ഇവനും ഇവൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ പാസ്റ്റിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവൻ്റെ അച്ഛന് ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് ഇവൻ്റെ കൺമുമ്പിൽ കാണേണ്ടി വരികയാണ്. ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവന് അത് ഓർത്തിട്ട് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. അവന് നല്ല രീതിയിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. പക്ഷേ അവന് നടക്കാനൊന്നും പറ്റുന്നില്ല. അവന് പെയിൻ കൊണ്ടിട്ട് നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആ മെമ്മറീസൊക്കെ അവൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് അവനൊട്ടും വയ്യാത്തൊരു സിറ്റുവേഷനിൽ വരികയാണ്. അവൻ ഒരുപാട് പേടിച്ചിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അന്ന് രാത്രി അവന് നല്ല രീതിയിൽ പനിയും വരികയാണ്. ആ പഴയ മെമ്മറീസൊക്കെ അവനെ ഒത്തിരി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെ അവന് നല്ല ഫീവറും ഉണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് ഒരു നനഞ്ഞ ടവൽ വെച്ച് അവൻ്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി മുഴുവനും അവൻ്റെ അടുത്ത് നിന്ന് അവനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇവന് പാനിക് അറ്റാക്ക് സംഭവിക്കുമ്പോൾ ഇവൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ ആവട്ടെ, ആ ഒരു സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്കിവൻ എത്രത്തോളം ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും അവൻ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കിതിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അവൻ എത്രത്തോളം സിവിയറായിട്ടാണ് ആ ഒരു പാനിക് അറ്റാക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സീനും ആ ഒരു ലൈറ്റ് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും നന്നായിട്ടാണ് ഈ സീന് അവരെടുത്തിരിക്കുന്നത്. ആ ആക്ടറിൻ്റെ അഭിനയവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സീന് നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയും കൂടെയാണിത്. അവൻ്റെ അച്ഛൻ്റെ മരണം അവൻ്റെ കൺമുമ്പിൽ നിന്ന് സംഭവിക്കുമ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവൻ്റെ ലൈഫിൽ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അത് കാരണം അവന് പാനിക് അറ്റാക്ക് വരെ സംഭവിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഓവർകം ചെയ്ത് അവന് പഴയതുപോലെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.